തിന്നോ തിന്നോ, നന്നായിട്ട് തിന്നോ. നിന്റെ ഒടുക്കത്തെ അത്താഴ മോനെ. നോക്കണ്ട നോക്കണ്ട, നീ എന്നെ അങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. കിക്കിലി ചേട്ടത്തി ഇക്കാര്യത്തിൽ നിരപരാധിയാ മോനെ. ചിക്കൻ എന്ന് കേട്ടാ കത്തിയെടുക്കാൻ നിൽക്കുന്നില്ല അവൻ. അവനെ നോക്കി നീ പേടിപ്പിക്കും. ചേർത്തിയേ, പൂവനോട് എന്താ ഒരു കിന്നാരം? സോഫി മോൾ എത്തിയോ? നീ വേഗം വരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ മോളെ ഒന്നും പറയണ്ട. എസ്റ്റേറ്റ് നോക്കാൻ ഒരു യമകാലം വന്നിട്ടുണ്ട്. ഇവിടെയുള്ള മിണ്ടാപ്രാണികളെ ഒക്കെ കൊന്നു തിന്നാ. ദേ ഒരുത്തന്നെ അവന്റെ ഒടുക്കലത്തെ അത്താഴം വെച്ചു കൊടുത്തിരിക്കുക. നിന്റെ പുന്നാര പൂച്ചയെ സൂക്ഷിച്ചോ. ഒന്നും കിട്ടിയില്ലെങ്കിലേ അവൻ അതിനെയും കത്തിവെക്കും. ആ കോമൻ. കോമനോ? അവന്റെ ചേച്ചി ഒരുത്തി കൊണ്ടാക്കി വെച്ച് പോയതാ. ഓ, അതാണല്ലേ വിരുന്നുകാരുണ്ടെന്ന് അയമുട്ടിക്ക പറഞ്ഞത്. കൊച്ചമ്മമാരുടെ ബന്ധുവാ? ഓ, എന്നാ ബന്ധുവാ? പണ്ടെങ്ങാണ്ടോ പഠിപ്പിച്ചിരുന്ന പള്ളിക്കൂടത്തിൽ പഠിച്ചതോ മറ്റോ ആണെന്ന്. കൊച്ചമ്മമാർക്ക് ഇപ്പൊ അവനില്ലാതെ ഉമിനീരിറങ്ങത്തില്ല. വെളുത്തിരുന്ന മുടിയെല്ലാം കറുപ്പിച്ച് അവൻ ഈ കുടുംബം വെളുപ്പിക്കും. വെളുപ്പിക്കേ? നീ തന്നെ കണ്ടോ, രണ്ടെണ്ണത്തിന് ഈ മഞ്ഞത്തും വെയിലത്തും കാട്ടിലും മേട്ടിലും ഒക്കെ തുള്ളിച്ചോണ്ട് നടക്കുക. ഇക്കണക്കിന് പോയാലേ മോൾ അവരധികകാലം നോക്കേണ്ടി വരില്ല. രണ്ടുപേർക്കും കൂടി 4 കഷ്ണം പഞ്ഞിയുടെ ആവശ്യമുള്ളൂ. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുതേ. സുഖമില്ലാത്തവരും അങ്ങനെ തുള്ളിക്കാൻ പറ്റത്തില്ലെന്ന് ചേർത്തിക്ക് പറയായിരുന്നില്ലേ? ഓ, നമ്മള് പറഞ്ഞ അവിടെ ആര് കേക്കാനാ? എന്നെ കണ്ടാലേ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പുതപ്പിക്കാൻ നോക്കിയതാ. നമ്മൾ എത്ര കുളിര് കണ്ടതാ. ആളിവിടെ ഉണ്ടോ? ഉണ്ട്. ത്രിസന്ധി ആവാൻ പോണ നേരത്തെ ഉടക്കാനൊന്നും നിക്കണ്ട. ഞാൻ ഏഷ്യന് കൂട്ടിയതാന്ന് പറയും. കൊച്ചമ്മമാരെ അടുത്ത് തലയെ കെട്ടി വെച്ചിരിക്കല്ലേ. തഞ്ചത്തിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന പോലെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാ മതി. ഇല്ലേലേ ചിലപ്പോ മോള് പുറത്താവും. എനിക്ക് അങ്ങനെ ആരുടെയും കാലും എഴുതി മുത്തുന്ന സ്വഭാവം ഇല്ലെന്ന് ചേർത്തിക്ക് അറിയാലോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ സോഫി ആരാണെന്ന് അയാൾ അറിയും. മാതാവേ, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? ആ ബാ 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 ബാ. മ്യാവ് 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 മ്യാവ്. പൂച്ച പേടിച്ചു. ആരാ? എന്നാടാ ഇവിടെ ഒരു ശബ്ദം? അയ്യോ, എന്റെ മോളെ, കർത്താവേ, നീ അവനെ അടിച്ചിട്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, നീ അവനൊന്നും ചെയ്യരുതെന്ന്. വേണ്ട വേണ്ട, അവനൊന്നും ചെയ്യരുത്. നീ ഒന്നും ചെയ്യരുത്. വേണ്ട. അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്താ ഇവിടെ ബഹളം? എന്താന്നറിയില്ല. ആദ്യം ഈ കുട്ടി വന്നു, പുറകെ കിക്കിലെടുത്ത് കത്തിയായിട്ട് വന്നു, പിന്നെ പിടിയും വലിയായി. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നണു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലേ? എന്ത് പ്രശ്നം? എന്നാ ചേട്ടത്തി, എന്നതാ ഇവിടെ? എന്റെ കൊച്ചമ്മേ, ഒരു പറ്റു പറ്റിപ്പോയി. ഈ കുട്ടി ഇവനെ അടിക്കുന്നു പറഞ്ഞ അവിടുന്ന് വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ, എല്ലാറ്റിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചു കളയുന്നത് പോലെ ഇവനെ എടുത്ത് പുറത്താക്കാന്ന്. ഞാൻ വന്നപ്പോ കർത്താവിനെ പോലെ ഇവൻ നിലത്ത് വീണടിച്ചു കിടക്കണത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ കുട്ടി. അപ്പൊ കിക്കിലി അടുത്തെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് അല്ലയോ? ഓ, ഇപ്പൊ കിക്കിലിട്ടാ കുഴപ്പക്കാരി. ഓ, എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ. നല്ല തല്ലുണ്ടാവും വിചാരിച്ചതാ. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാ മതിയായിരുന്നു. ഇനി ആരെങ്കിലും വിളിച്ചാലേ എന്റെ പട്ടി വരും. അയ്യോ എന്റെ അമ്മേ. സോഫി മോളെ എപ്പോ വന്നു? ഞാൻ ചായ എടുക്കട്ടെ. ആ, ഞങ്ങൾ എപ്പോഴും പറയാറില്ലേ ഹോം നേഴ്സിനെ പറ്റി. ഇതാ അവള്, ഞങ്ങളുടെ സോഫി മോള്. പിന്നെ ഇത് സോമനാ. കുട്ടിക്ക് എന്നെ വല്ലാതെ ഇഷ്ടായെന്ന് തോന്നുന്നു. പ്രഷർ കൂടിയിട്ടുണ്ട്. നീ വന്നില്ലയോ? അതിന്റെ ടെൻഷൻ കൊണ്ടാ. അതൊന്നല്ല, നാട് മുഴുവൻ തുള്ളി നടന്നിട്ടാ. അതെങ്ങനെ തുള്ളിച്ചോണ്ട് നടന്ന് സോപ്പിടാൻ ഓരോരുത്തർ വേഷം കിട്ടി ഇറങ്ങിയിരിക്കല്ലേ? അത് തുള്ളലും കഴിഞ്ഞ് സ്വന്തം കാര്യം നോക്കി അവരങ്ങ് പോവും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലേ
സമാധാനം പറയേണ്ട ഞാനാ. ഹോംനെസ് എന്ന് പറഞ്ഞ് വെറുതെ വേഷം കെട്ടി വന്നല്ല ഞാൻ. ഉത്തരവാദിത്തപ്പെട്ടവരുടെ എഗ്രിമെന്റോടെ വന്നതാ. എന്താ സുഖം. ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞപ്പോ നാവിന് ഇത്രേ നീളമുള്ള യക്ഷിയാണെന്ന് അല്ല കക്ഷിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേ, എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ട. അവരുടെ രണ്ടാളുടെ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയൂ. പെട്ടെന്ന് അങ്ങനെ നാട് മുഴുവൻ തുള്ളിച്ചോണ്ട് നടന്ന് സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പറ്റിയ കണ്ടീഷനിലല്ല അവര്, അറിയോ? ആഹാ, പിന്നെയും സുഖം. ജാമ്പൂനേക്കാൾ പഴക്കമുള്ള 2 പീസുകളാ. അതെ, ഞാനും കണ്ടിട്ടുണ്ട് കുറെ ഹോം നേഴ്സുമാരെ. രോഗികളെ ജയിൽ പുള്ളികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നല്ല ഹോം നേഴ്സിംഗ്. ഞാനിവിടെ വരുമ്പോ അവിടെ തന്നെ ഏതോ നരകത്തിൽപ്പെട്ട ആത്മാക്കളെ പോലെ ആയിരുന്നു അവര്. എന്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ടാണ് അവർക്ക് ജീവൻ വെച്ചത്. അവരൊന്ന് ചിരിച്ചു കണ്ടത്. ഈ ബംഗ്ലാവ് ശരിക്കും ഒരു സ്വർഗമായി. അതെ, സംശയം ആ പാലക്കച്ചനോട് ചോദിച്ചു നോക്ക്. എനിക്കൊരു ഒലക്കൽ അച്ഛനോട് ചോദിക്കണ്ട. ചേർത്തി വെള്ളം തിളച്ചോ? അയ്യോ ചൂടാവല്ലേ, തിളച്ച ആവി വരുന്നു കണ്ടില്ലേ? എന്തോ ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞ കളക്ടർ എന്നാണോ അർത്ഥം? ദേ, കൊച്ചിനെ നോക്കാൻ വന്നൊരു കൊച്ചിനെ നോക്കിയാ മതി, കൊച്ചമ്മയെ നോക്കണ്ട. തോട്ടം നോക്കാൻ വന്നൊരു തോട്ടം നോക്കിയാ മതിന്ന് കേട്ടല്ലോ. എടി വേണ്ട, എന്റെ അടുത്ത് വെളിച്ചെടുത്തിട്ടില്ല. അവളോട് മാത്രം ഉടക്കാൻ നിക്കണ്ട. ദേഷ്യം വന്ന അവളുടെ സ്വഭാവം അവക്ക് തന്നെ അറിഞ്ഞൂടാ. പോരാത്തതിന് തിളച്ച വെള്ളോ കയ്യിലിരിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ള. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളോട് ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കല്ലേ. ഞാൻ എന്തിനു മോഹം കലനക്കി എനിക്കാണെങ്കിൽ ദേഹം നല്ല അസല് മിലിറ്ററി റമ്മും ചുക്ക വറവിൽ ചിക്കൻ അടിച്ചിരുന്ന നമ്മള് വെറും നാടൻ ചാരായോ കപ്പ പുഴുക്കലോ ആയി ഇല്ലടാ. അവനെ പറ്റി പേസാതെ നായ് ചൊറി നായ്. ஆமா, அந்த சுருநாய் மேனேஜரை இப்படி விட்டா അവൻ പോയിടും. என்ன சானே மேலே குடிக்கிறதுக்கு പച്ച തണ്ണി പോലും കിടക്കാറ്. വായ്മൂടറാ. ഇപ്പൊ ഒലത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ പാലക്കരച്ച അവൻ മന്ത്രവാദം ചെയ്ത് കുപ്പിയിലാക്കി കോർക്കിട്ട് മുടിയില്ലടാ. അവൻ നമ്മ നനച്ച മാതിരിയല്ലടാ. അവന്റെ കയ്യിലെന്തോ കൂടോത്രമുണ്ട്. അതിവിട പെരിയ മയക്ക് മന്ത്രം തെരിഞ്ഞ ആള് നമ്മ കയ്യില இருக்க. நிஜமா? ஆசானே, குடிக்கிறது இந்த சாராயத்து மேல சத்தியம், உங்க மேல சத்தியம். நீ இல்லையா? உங்க மேல சத்தியம். കുഞ്ഞിമുത്തുന്ന് കേൾവിപ്പെട്ടിരിക്കാ? ഇപ്പൊ കേട്ട്. വലിയ മന്ത്രവാദി, പെരിയ ആള്. തീയിലെ സുട്ട കോളി ഇരിക്കില്ലേ, കോളി, அந்த கோழிய மந்திரத்தை சொல்லி பறக்க வைப்பாரு. நிஜமா? நிஜமா. அது மட்டுமல்ல, மந்திரத்தை சொல்லி அவரை பும் பும் சொன்னா போதும், அந்த பறக்கிற கோழி அப்படியே கோழிக்கறி ஆயிடும். എന്ത് സ്റ്റാർട്ടാവാത്തോ, എന്ത് കണ്ടാറാ ഇത്? കർത്താവേ, ആരെങ്കിലും കണ്ടാവോ? ഇനി പെട്രോളിന്റെ ആയിരിക്കാവോ? അകത്ത് ഇഷ്ടം പോലെ ജീരകമുണ്ടല്ലോ, എന്നിട്ട് പെട്രോൾ കുടിക്കുക. കുർബാന തീരുമ്പോഴേക്കെങ്കിലും പള്ളിയിലെത്താൻ പറ്റുമോ? പാട്ടും പാടി കൊച്ചമ്മമാരെ മയക്കിയ പോലുള്ള അടവൊന്നും ഈ കാറിന്റെ അടുത്ത് നടക്കില്ലേ? ആഴ്ചയിൽ ഒരിക്കലുള്ള പള്ളി പോക്ക ആ പാവങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അതും കൊളാക്കുന്നാ തോന്നേ. ആ കുര്യാക്കോ ചേട്ടൻ ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ, അങ്ങേരെയും പറഞ്ഞു വിട്ടു. ഇപ്പൊ ദേ കുര്യാക്കോച്ചേട്ടൻ ആരടി? നിന്റെ അപ്പനാ? എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. അല്ലാണ്ട് പിന്നെ നിനക്ക് എന്തിന്റെ കട? എന്താ ഏതാ എവിടുന്നാ പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു... ഞാൻ ഇന്നലെ തന്ന വെറും സാമ്പിളാണ് കേട്ടോ. കൂടുതൽ വിളഞ്ഞോണ്ടല്ലോ. ദേ, ഞാനാള് വെറും 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 ചെറ്റയാ. അതാദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ഞാൻ ചേച്ചി പറഞ്ഞ വെറുതെ അല്ല, ശരിക്കും മാലാഖമാരാ. ഞങ്ങൾ എതിർക്കാൻ വന്നല്ല. அப்படியல்ல ஆசானே சாமி சொன்னது. நம்ம எதிரி சின்ன ஆளல்லன்னு சொல்றாரு. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. സാമി, അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നിട്ടാ വളർന്നാച്ചിപ്പോ കൊളപ്പുള്ള பழமொழிகை அவனை கூந்தலை கெடுத்தினால் கால்களை மண்ணல் வென்று வந்து காலை തല
തലയൊന്നും വെട്ടണ്ട, വേണമെങ്കിൽ ഒരു കൈ. പക്ഷെ അവന് നാട്ടിൽ നിന്ന് പോണം. இல்ல ஆசானே, நீங்க பயப்படாதீங்க. அவனோட தலையில மயிரும் கால்பட்ட இடத்துல இருந்த ஒரு கை மண்ணு கொண்டு வந்தா எல்லாமே சரியாக்கிடலாம்னு சொல்றாரு. കാൽച്ചോട്ടിലെ മണ്ണെടുക്കാം, പക്ഷെ തലയിലെ മുടി ബാർബർ ഷാപ്പിൽ പറഞ്ഞാൽ அதெல்லாம் எடுக்கலாம். நீங்க தைரியமா இருக்கு காசானே. சரின்னு சொல்லுங்க. ஐ சொல்லுங்க. മന്തിക ശരി സ്വാമി. ഇവനെ ശരിയാക്കുന്നത്. അന്നക്കൊച്ചമ്മേ, ആലീസമ്മേ, ഏ പിടിച്ചു, കയ്യോടെ പിടിച്ചു. ഏ എന്നാ പിടിച്ചെന്നാ? നമ്മുടെ പാവയ്ക്ക തോട്ടത്തിലെ എന്നതാ തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാം പറഞ്ഞ പന്നി, പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? ആ, എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളിനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. ആഹാ, രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില്. അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ. ഉടനെ അവനെ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണൂറ എന്ന് പാടേണ്ടി വരും. ഓ, എനിക്കൊന്നും അപ്പൊ മനസ്സിലാവുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമന ആ സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില് അല്ല, ഞാനിതെങ്ങനെ പറയും. ഏ കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാ നീ പറഞ്ഞു വരുന്നേ? വിശ്വാസം അല്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്കത്തോട്ടം കണ്ട, രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളുവാ. ഛോ, നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേക്ക് കയറിയത്? നിക്ക്, വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ ആദം സോളമൻ? ഞാനിവിടെ ഉണ്ട്. തോട്ടത്തില് പച്ചക്കറി വെക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ. വേണ്ട 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 വേണ്ട, കള്ളത്തരൊന്നും പറയണ്ട. അവന്റെ കവളത്ത് കണ്ട, അവളുടെ ചുണ്ടത്ത് കേൾക്കണ പെരി. അയ്യോ, ഇത് പാവയ്ക്കടെ. പാവയ്ക്കത്തോട്ടത്തിൽ കണ്ട് 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 കണ്ട്. കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ? അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പോത്തൂട്ടി മാത്തൂട്ടി പറയുന്നൊന്നും കേക്കല്ലേ? ഒന്നും പറയണ്ട. ദേണ്ടേ, രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ, ഏ ഗ്യാസിന്റെ അവിടെ. അമ്മേ, ഞാനും ഈ കുട്ടിയും തമ്മിൽ ഉരുളണ്ട ഉരുളണ്ട. ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്തുണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അല്ല, അന്ന കൊച്ചമ്മ മണ്ടനും പൊയ്ക്കോ. പോയി. അച്ഛൻ വരുന്നത് കണ്ടപ്പോഴേ വെള്ളം അടുപ്പത്ത് വെച്ചതാ, തിളച്ചു. ചേട്ടത്തി ഒന്ന് എളുപ്പമായിക്കോട്ടെ. കേക്ക് വല്ലതും ഇരിപ്പുണ്ടോ? ആ, തിന്നാൻ പറ്റാത്ത സാധനങ്ങൾ കാണല്ലോ ആർത്തി കൂടുതല്. മധുരം ഉള്ളത് വല്ലതും തന്നൂന്ന് ആ സോഫി കൊച്ചറിഞ്ഞാ. ഞങ്ങൾക്ക് തിന്നാനല്ല, അച്ഛനാ. അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുതരാം. വെറുതെ ഓടി നടന്ന് കാലിന് മസിൽ കയറ്റണ്ട. അല്ല, അവര് തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്നുള്ളത് ആർക്കറിയാം? അവരോട് ചോദിച്ചോ? അതൊക്കെ മനസ്സമ്മതത്തിന് അച്ഛനങ്ങ് ചോദിച്ചാ മതി. അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടാ മതിയോ? അവർക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരില്ലേ? അവർക്ക് സമ്മതമല്ലെങ്കിലോ? ഞങ്ങൾക്കുള്ളത് മുഴുവൻ അവർക്കാ. സ്വത്തല്ലല്ലോ പ്രശ്നം. അവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ ആകാശക്കോട്ട കെട്ടാൻ. സോമൻ എവിടെ? കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. എന്ത് കാണാനാ? ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയാ. ഓഹോ, അപ്പൊ പെണ്ണുങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങിയതാണല്ലേ? അങ്ങനെ എല്ലാവരുടെ ഇല്ല. പിന്നെ അപ്പോ അല്ല, ഒന്ന് ചോദിച്ചോട്ടെ,
സോഫിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? എനിക്ക് എല്ലാവരും ഇഷ്ടാ. ആ. ടീച്ചർമാരെ, ഓ. മാത്തുക്കുട്ടിയെ, ഓ. കിക്കിലി ചേർത്തിയെ, ആ. പിന്നെ ഞെ, ഞെ. ഈ പുഴയെ, ഏ? ഇവിടുത്തെ തണുത്ത കാറ്റിനെ. അതല്ല, ബംഗ്ലാവിലെ സോഫിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഓ അതോ? പറയട്ടെ. പറയെന്റെ മോളെ. എന്ത്? പറയ് എന്റെ മോളെ എന്നാ. എന്റെ ചാർലിയോടാ. ചാർലിയോ? അതാരാ? എന്റെ പൂച്ച. അയ്യേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നാ പറ, ഞാൻ പിന്നെ ആരെയാ ഇഷ്ടപ്പെടേണ്ടത്? അത് പിന്നെ സത്യം പറഞ്ഞ ടീച്ചർമാരെന്ന് പറഞ്ഞപ്പോ മുതൽ തുടങ്ങിയതാ മനസ്സിനകത്തൊരു. അയ്യടാ, ദേ ടീച്ചർമാര് പറയുന്ന കേട്ട് എന്റെ അടുത്ത് വെളച്ചിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. സോഫി വേണ്ട, എന്തിനേ ജാട? എനിക്കറിയാം. എന്ത്? സോഫി ബി സീരിയസ്. ഞാൻ ഉദ്ദേശിച്ച്. മനസ്സിലായി. അതിന് ഇത്രയും വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ സാറേ? അത് പിന്നെ എനിക്ക് ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു. ഓക്കെ, വളക്കാതെ ചോദിക്കാം. സോഫിക്ക് എന്നോട്. സോറി. സോഫി തമാശകളാ. തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. വേറെ ആരെങ്കിലും? അതുകൊണ്ടല്ല, എനിക്കെന്റെ ലൈഫിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണം, അത് വേണം. ലക്ഷ്യങ്ങളൊക്കെ എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട്. അതെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരെങ്കിലും ഇഷ്ടപ്പെടണോ, കുടുംബമായിട്ട് ജീവിക്കണോ, അതോ മൂക്കി പഞ്ഞിയും കയ്യെ കുരിശും വെച്ച് പെട്ടി തന്നെ കിടന്നുറങ്ങണോ തീരുമാനിക്കാൻ. അയ്യേ, ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്ക. സോറി, ഞാൻ അന്നത്തെ ദേഷ്യത്തിൽ ചേച്ചി വന്നിട്ടുണ്ട്, വേഗം വാ.